ഓക്കെ, ഇത് തന്നെയാണ് ഞാൻ കുറേ ടൈമായിട്ട് പറയുന്നത്. 4 × 3 = 12 മീൻസ് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ വി ആർ ആഡിങ് 4 3 ടൈംസ് അല്ലേ. 4 + 4 + 4 = 12 അല്ലേ. സോ ഇവിടെ നോക്ക്, ലെങ്ത് പ്ലസ് ലെങ്ത്, ഇവിടെ ഒരു ലെങ്ത് ഉണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട് അല്ലേ. അപ്പോൾ ലെങ്ത് പ്ലസ് ലെങ്ത് അത് 2 തവണ ആഡ് ചെയ്തു. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 × ലെങ്ത് എന്ന് എഴുതാം. 2 ടൈംസ് ലെങ്ത്. ലെങ്ത് പ്ലസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിനെ 2 ഡബിൾ ചെയ്താൽ മതി. 2 തവണ ലെങ്ത് പ്ലസ് ലെങ്ത്, നമ്മൾ 2 തവണ ലെങ്ത് ആഡ് ചെയ്യാണ്. അതിന് പകരം നമുക്ക് 2 × ലെങ്ത് എന്ന് എഴുതിയാലും സെയിം വാല്യൂ കിട്ടും. സോ 4 + 4 = 8 ആണ്. 2 × 4 ഓൾസോ 8. Then plus breadth plus breadth. Breadthനെ 2 ടൈംസ് ആഡ് ചെയ്യാണ്. സെയിം വേ വി ക്യാൻ ഓൾസോ റൈറ്റ് 2 × breadth അല്ലേ. ഇല്ലേ 2 × എന്ന് പറയുന്നത് കോമൺ അല്ലേ രണ്ടിടത്തും. ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും നമ്മൾ എന്താ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യുന്നത്. ലെങ്ത്തിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ബ്രെഡ്ത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് we can take that 2 into outside and we can write it like ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്, if we have the length and breadth of the rectangle, first just add the length and breadth, then multiply it with 2. When we need to find the perimeter of a rectangle and we have the length and breadth of the rectangle, just add the length and breadth, then multiply it with 2. ഒരു പെരിമീറ്ററിന്റെ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് കാണാൻ നമുക്ക് അതിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അറിയാമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫസ്റ്റ് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യാം. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്കൊരു വാല്യൂ കിട്ടും അല്ലേ. ആ വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ പെരിമീറ്റർ കിട്ടും. ഓക്കെ അല്ലേ. ആക്ച്വലി ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് equation. Perimeter equal to 2 times length plus breadth. ഈ ഇക്വേഷൻ യു നെവർ ഫൊർഗെറ്റ്. ഇതൊരിക്കലും മറക്കരുത്. യു ഷുഡ് ഓൾവേസ് റിമെമ്പർ ദിസ് ഇക്വേഷൻ. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരിക്കും തരാം. അത് വെച്ച് എങ്ങനെ ഈസി ആയിട്ട് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ, അത് വെച്ച് എങ്ങനെ ഈസി ആയിട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കാം എന്നാണ് ഇക്വേഷനിലുള്ളത്. ഈസി അല്ലേ. നമ്മൾ 2-3 പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്ക് റെക്ടാങ്കിൾ വരെ എത്തി. ഇനി ഒരാളെയും കൂടെ നമുക്ക് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. റെക്ടാങ്കിളിന്റെ കേസിൽ നമ്മൾ പെരിമീറ്റർ കാണാൻ എന്താ ചെയ്തേ? നമ്മൾ ഇതിലൊരു 1 or 3 മെത്തേഡ്സിൽ നമുക്ക് ഇതിൽ പെരിമീറ്റർ കാണാം. ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇതിന്റെ സൈഡ്സ് എല്ലാം ആഡ് ചെയ്യുക ചെയ്യുന്നത്. അതാണ് പെരിമീറ്റർ കാണാനുള്ള ബേസിക് മെത്തേഡ്. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത്. സോ റെക്ടാങ്കിളിന് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് വാട്ട് സ്ക്വയർ.
What is the speciality of a square? ഒരു സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? റെക്ടാംഗിൾ ആൻഡ് സ്ക്വയർ ആർ ഡിഫറെന്റ് ബട്ട് ഓൾവേസ് ഓൾമോസ്റ്റ് സെയിം. പക്ഷെ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ റെക്ടാംഗിളിനെയും സ്ക്വയറിനെയും കമ്പയർ ചെയ്യുമ്പോൾ. എന്താണ്? സ്ക്വയറിന്റെ 4 സൈഡ്സും ഈക്വൽ ആണ്. യെസ്, വെരി ഗുഡ്. സ്ക്വയറിന്റെ 4 സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാം 4 സെന്റിമീറ്റർ ആണ്. ഒരു വാല്യൂ അറിഞ്ഞാൽ മതി നമുക്ക് സ്ക്വയറിന്റെ കേസിൽ. ദാറ്റ് ഈസ് ഇറ്റ് സൈഡ്. അത് കണ്ടാൽ ബാക്കി സൈഡ്സ് ഒന്നും ഒരു കുഴപ്പമില്ല, നേരെ ആ വാല്യൂ തന്നെ എഴുതി വെച്ചാൽ മതി. സോ ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ABCD is a square, right? സ്ക്വയർ ആക്ച്വൽ വാല്യൂ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഒരു ചെറിയ എക്സാക്ട് സ്ക്വയറും ആവണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചതേ ഉള്ളൂ. ഇറ്റ്സ് എ സ്ക്വയർ. കൺസിഡർ സപ്പോസ് ഇറ്റ് ഈസ് എ സ്ക്വയർ ആൻഡ് ഇറ്റ് സൈഡ് ഈസ് 4 സെന്റിമീറ്റർ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ ലൈൻസ് ആയിരിക്കും 4 സെന്റിമീറ്റർ വരിക? ഇതിന്റെ ഒരു സൈഡ് ഞാൻ 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. I told you the one side of a square, the side of a square is 4 centimeter. അങ്ങനെയാണെങ്കിൽ just tell me the value of AB, BC, CD and DA. Adul, what is the value of AB? It is a square of side 4 centimeter. Then give me the value of give me the length of AB. Give me the length of the line AB. Tell me. All side. No. It is a square of side 4 centimeter. ഇതൊരു 4 സെന്റിമീറ്റർ വശമുള്ള ഒരു സൈഡ്. ഇതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ് ഈ സ്ക്വയറിന്റെ. അതാണ് ഞാൻ ക്വസ്റ്റ്യനിൽ നിന്നോട് ചോദിച്ചത്. ഇനി സെക്കൻഡ് ചോദിക്കുന്നത് നീ പറയേണ്ടത് എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വശം 4 സെന്റിമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ AB, BC, CD, DA, these are the 4 sides of the square. ആ 4 സൈഡ്സിൽ AB എന്ന സൈഡിന്റെ ലെങ്ത് എത്രയാണ്? AB എന്ന സൈഡിന്റെ വാല്യൂ എത്രയാണ്? 4 centimeter. Then what is the value of BC? 4. BC also 4. BC യും 4 ആയിരിക്കും. Then what about CD? 4. And DA? 4. Okay, all those sides are 4 centimeter അല്ലേ? അപ്പോൾ സ്ക്വയറിനെ കൊണ്ട് നമുക്ക് വലിയ തലവേദന ഇല്ല റെക്ടാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ. കാരണം perimeter of a square here, the perimeter of the square is
AB plus BC plus CD plus DA ആണ്. This line, this side plus this side plus this side plus this side, and substitute the values for the sides. 4 plus 4 plus 4 plus 4, that is equal to 16. Here we are adding 4 times അല്ലേ? ഒരു സൈഡിനെ എത്ര ടൈംസ് നമ്മൾ ആഡ് ചെയ്തു? 4 ടൈംസ് ആഡ് ചെയ്തു അല്ലേ? ഇല്ലേ? 4 ടൈംസ് ആഡ് ചെയ്തു. അത് 5 ടൈംസ് ആണോ നമ്മൾ ആഡ് ചെയ്തത്? How many times we added? 4 times. So I told you, just a second, I'm getting a call. Okay, we added 4 times. Last ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. 4 into 3 equal to 12 means we are adding 4 3 times അല്ലേ? അങ്ങനെയാണെങ്കിൽ 4നെ 4 ടൈംസ് ആഡ് ചെയ്യുക എന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് 4 into 4 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും അല്ലേ? ദാറ്റ് ഈസ് ഓൾസോ 16 ആണ്. സോ ഫോർ ഒരു സ്ക്വയറിന് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി, if we have a square and we know the side of that square, to find the perimeter, just need this operation. I'll tell you. Four into side. If we know the side of a square, സ്ക്വയർ എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഓരോ സൈഡും അറിയേണ്ട ആവശ്യമില്ല. വി ജസ്റ്റ് നീഡ് ഓൺലി വൺ വാല്യൂ ഫോർ എ സ്ക്വയർ. ആ വൺ വാല്യൂ, ദാറ്റ് ഇസ് എ സൈഡ് ഓഫ് എ സ്ക്വയർ, നമുക്ക് അറിയാൻ വേണ്ടി ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ, ജസ്റ്റ് മൾട്ടിപ്ലൈ ദ സൈഡ് വിത്ത് 4. To find the perimeter of a square, and we know the side of the square, just multiply the side with 4 and we will get the perimeter of the square. അല്ലേ? ഒരു പെരിമീറ്റർ കാണാൻ എന്താ, ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താ, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അതിലെ? How we can find the perimeter of the square? And when you know the side, what we have to do? 4 side. 4 side ആഡ് ചെയ്യണം. 4 sides ആഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? ആ 4 സൈഡ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ 4 സൈഡ്സിന്റെ പ്രത്യേകത എന്താ? ആ 4 സൈഡ്സും ഈക്വൽ അല്ലേ? അപ്പം ഇപ്പൊ ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ അത് 4 ടൈംസ് ആഡ് ചെയ്യണം അല്ലേ? 4 സൈഡ് ആണ്, 4 തവണ ആഡ് ചെയ്യണം. 3 plus 3 plus 3 plus 3. ആ 3 plus 3 plus 3 plus 3 നമുക്ക് 3 into 4 എന്ന് എഴുതിക്കൂടെ? Where 3 is the side of this square. So ഇത് look at the screen. റെഡിൽ ഞാൻ ഒരു ഇക്വേഷൻ എഴുതിയിട്ടില്ലേ? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 4 into length of a side. ഒരു സൈഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ. ജസ്റ്റ് വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സ്ക്വയർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഓക്കെ, പെരിമീറ്റർ കാണാൻ ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ്. സംടൈംസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാ കിട്ടുക. പെരിമീറ്ററും തരും,
ഓൺലി സ്ക്വയറിന്റെ കേസിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാം, നിങ്ങൾക്ക് സൈഡ് മാത്രമേ തരത്തുള്ളൂ, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറയും. അത് എളുപ്പമാണ്. എന്ത് ചെയ്യണം? ഗുണിക്കണം. എന്തുകൊണ്ട്? ഒരു സൈഡ് കൊണ്ട് ഒരു സൈഡിനെ, ആ തന്ന സൈഡിനെ ഗുണിക്കണം. എന്തുകൊണ്ട്? ഈ 4 എന്ന് പറഞ്ഞ എന്താ? വാട്ട് ഈസ് ദിസ് 4? 4 സൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് എ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ സ്ക്വയർ അല്ലേ? സോ ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട്? 4 സൈഡ് അല്ലേ ഉള്ളത്, അതുകൊണ്ട് ആണ് നമ്മൾ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട് സ്ക്വയറിന്റെ, സൈഡ് കാണാനാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ചെയ്താൽ മതി. ഞാൻ ക്ലൂ അടക്കം തന്നു, ആൻസറേ പറഞ്ഞു. എന്ത് ചെയ്യണം? We need to find the length of a side. എന്തിന്റെ? Yes. ആരത്? ഓക്കെ. നമ്മളൊരു സ്ക്വയറിന് 4 സൈഡ്സ് ഉണ്ട്. ആ സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് എ സ്ക്വയർ. ഒരു സ്ക്വയറിനെ സംബന്ധിച്ച് 4 സൈഡ്സ് ഉണ്ട്. ആ സൈഡ്സ് ഈക്വലും പാരലലും ആണ് അല്ലേ? പാരലൽ ഞാൻ റെക്ടാങ്കിളിന്റെ കേസ് പറഞ്ഞുകൊണ്ടാണ് സ്ക്വയറിന്റെ കേസിൽ എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, സ്ക്വയറിന് 4 സൈഡ്സ് ഉണ്ട്. ആ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ വേണ്ടി ഒരു സൈഡ് അറിഞ്ഞിരുന്നാൽ ആ സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ സ്ക്വയറിന്റെ പെരിമീറ്റർ കിട്ടും അല്ലേ? സ്ക്വയറിന്റെ സൈഡ് ഇപ്പൊ 4 ആണെങ്കിൽ, സ്ക്വയറിന്റെ സൈഡ് ഇപ്പോൾ 5 സെന്റിമീറ്റർ സൈഡ് ഉള്ള ഒരു സ്ക്വയർ നിങ്ങൾക്ക് ഉണ്ട്. അതിന്റെ പെരിമീറ്റർ കാണാൻ ആ 5 ഈസ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ. ആ 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 20 വിൽ ബി ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. അതൊരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഇനി നെക്സ്റ്റ് പോയിന്റ്, അങ്ങനെ നിങ്ങൾക്ക് ഒരു പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? We just need to divide the perimeter. Just a second. By 4. Perimeter 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? ടെക്സ്റ്റിൽ തന്ന അതേ മെത്തേഡിൽ എഴുതാം. പെരിമീറ്ററിനെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? Then we will get the answer. ഓക്കെ, ഈ 3 ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ട്രയാങ്കിളിന്റെയും റെക്ടാങ്കിളിന്റെയും സ്ക്വയറിന്റെയും പെരിമീറ്റർ ഇനി കാണാൻ പറ്റും അല്ലേ? ഓക്കെ, എക്സസൈസ് 6.1 എടുത്ത് ടേക്ക് എക്സസൈസ് 6.1. അതിൽ എ ഉണ്ട്. There we have a triangle, square. This is 6.1 അല്ലേ? Yes. In page number 96, there we have a triangle. In first question, there we have a triangle,
square, rectangle, and again a rectangle. We are going to find the perimeter of these figures. I show you. ഞാൻ എക്സാക്ട് ട്രയാങ്കിൾ അല്ല, ഏകദേശം അതുപോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് നോക്കിയത്. ഇതൊരു ട്രയാങ്കിൾ ആണ്, അതിന്റെ സൈഡ്സും തന്നിട്ടുണ്ട് അല്ലേ? മിസ് അത് ടെക്സ്റ്റ് ബുക്കിലാണോ ചെയ്യണ്ടേ? നോ നോ നോ, യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു മോഡൽ തരാം, ഇപ്പൊ എഴുതണ്ട. ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണ്, അതർ സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ദെൻ ദ ലാസ്റ്റ് ട്രയാങ്കിളിന് മൂന്നാമത്തെ സൈഡ് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണല്ലേ? These are the three sides of the triangle. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകുമ്പോൾ ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ അല്ലേ? ഇറ്റ് ഈസ് യുവർ ക്വസ്റ്റ്യൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇനി നോട്ടിലേക്ക് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ആൻസർ എങ്ങനെയാന്നുള്ളത് തൊട്ട് കാണിക്കാം. ഫസ്റ്റ് യു ഹാവ് ടു ഗിവ് എ നെയിം ഫോർ ദിസ് ട്രയാങ്കിൾ. അത് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഒരു മെത്തേഡിൽ ആൻസർ ചെയ്ത് ശീലിച്ചു കേട്ടോ. ഈ പേര് കൊടുക്കുന്നത് ആക്ച്വലി നമ്മൾ അതിന്റെ കോർണറിൽ ഒരു പോയിന്റിനല്ലേ, അതിനെ അതിന്റെ വേർട്ടെക്സ് എന്നാണ് കേട്ടോ പറയാം. എന്താ പറയാ? We call it as the vertex of a triangle. This is the vertex. A എന്ന് പറയുന്നത് അതിന്റെ വേർട്ടെക്സ് ആണ്. This is another vertex and that is B. And the third vertex, that is C. ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. യു ഹാവ് ടു കോപ്പി ദ ട്രയാങ്കിൾ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇത് അതേപോലെ നോട്ടിലേക്ക് വരയ്ക്കുക. ദെൻ ABC അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം PQR എന്നോ ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. ദെൻ സ്റ്റാർട്ടിങ് വിത്ത് പെരിമീറ്റർ. Perimeter of the triangle equal to what? AB plus BC plus CA എന്ന് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം വെച്ചാൽ യു നോ സംതിങ് അബൌട്ട് പെരിമീറ്റർ. നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് വഴി ആക്യുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ തെറ്റിപ്പോയാലും അവിടെ വേ ഉള്ളത് കൊണ്ട് എന്താ പറയാ ഒരു ഹാഫ് മാർക്ക് അങ്ങനെ കുറയ്ക്കുള്ളൂ. ഇപ്പൊ ഒന്നുമില്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ആൻസറിലേക്ക് പോയാൽ തെറ്റിപ്പോയാൽ ആ മാർക്ക് നിങ്ങൾക്ക് ലോസ് ആവും. അതുകൊണ്ട് ഇങ്ങനെ എഴുതാം. പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അതിന്റെ 3 സൈഡ്സ് ആഡ് ചെയ്യുന്നതാണ്. 3 സൈഡ്സ് എന്ന് പറയുന്ന ഒരു സൈഡ് AB ആണ്, അനദർ വൺ ഈസ് BC ആൻഡ് CA. Now in the next step just substitute the value of the side. ABക്കും BCക്കും CAക്കും വാല്യൂ കൊടുക്കുക എന്നുള്ള നെക്സ്റ്റ് സൈഡ്. What is the length of AB? What is the length of AB? 4 centimeter. Okay. Plus now what is the length of BC? 8 centimeter. 8 centimeter. Plus next 5 centimeter. 5 centimeter. 5 centimeter. Very good. In next step just add these values and write the answer. What is the final answer? 17. 17. You have to mention the
unit also. Here it is centimeter. In final answer, you will also have the centimeter. 17 centimeter is the perimeter of the triangle. Easy അല്ലേ? But you have to answer in this method. അല്ലേ? എന്നാലേ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ആഡ് നോക്കി ആഡ് ഇതിപ്പം യു ക്യാൻ സിംപ്ലി ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ആഡ് ദി സൈഡ്സ് ആൻഡ് ഗിവ് ദ വാല്യൂ. നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് വാല്യൂ പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് 16 സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ അവിടെ 16 സെന്റിമീറ്റർ എന്ന് മാത്രമേ എഴുതുന്നുള്ളെങ്കിൽ ആ റോങ് ആൻസർ ആണ്, നിങ്ങൾക്ക് മാർക്ക് ലോസ് ആവും അല്ലേ? ഇപ്പൊ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 0 മാർക്ക് കിട്ടുള്ളൂ. ഇഫ് യു അഡോപ്റ്റ് ദിസ് മെത്തേഡ് ടു റൈറ്റ് ദ ആൻസർ, ഫൈനൽ ആൻസർ തെറ്റിപ്പോയാലും ഇറ്റ് ഡസ് മീൻ ദാറ്റ് യു നോ സംതിങ് അബൌട്ട് പെരിമീറ്റർ. അതിന് വേണ്ടി ഒരു ഹാഫ് മാർക്ക് അങ്ങനെ നിങ്ങൾക്ക് ലോസ് ആവുള്ളൂ, ബാക്കി മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ട്രയാങ്കിൾ. എളുപ്പല്ലേ? ഇനി ഇതിനകത്തൊന്നും പറയാനില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് എന്തായിരുന്നു? ഇത് നമ്മൾ ഓൾറെഡി ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Second question, 4 centimeter, 4 centimeter, 4 centimeter, 4 centimeter. From that we understood that it is a square. All the sides are 4 and all the sides are equal. So it is a square എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ആ പിക്ചർ കണ്ടപ്പോഴേ നമുക്ക് സ്ക്വയറിന് മനസ്സിലായി, അതിന്റെ വാല്യൂസ് കൂടെ കണ്ടപ്പോ. മനസ്സിലായില്ലേ? മനസ്സിലായവരൊന്ന് കൈപ്പൊക്ക്. അതൊരു സ്ക്വയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തവര് കൈപ്പൊക്ക്. ജോസി, അതൊരു സ്ക്വയർ ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നോ? നീ എന്താ ആർ യു ക്രൈയിങ്? മിക്കവാറും എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. Okay, so Josie, tell me what we have to do to find the perimeter of a square. ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ആ ഇക്വേഷൻ വെച്ചാൽ നമ്മൾ ഇനി ഇത് ചെയ്യേണ്ടത്. ഓക്കെ, വെൻ യു സ്റ്റാർട്ട് ആൻസറിങ്, നിങ്ങളുടെ നോട്ടിലേക്ക് ആ സ്ക്വയർ അതേപോലെ കോപ്പി ചെയ്യുക, അതിന്റെ സൈഡ്സ് എഴുതുക. അത് സൈഡിലേക്ക് എഴുതിയാലും മതി കേട്ടോ, വേണ്ട. നിങ്ങൾ എക്സാക്ട്ലി അത് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്തോ. എന്നിട്ട് അതിന് സ്ക്വയറിന് പേര് കൊടുക്കുക, ABCD. രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് ഷോർട്ട് കട്ട് മെത്തേഡും ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇത് ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്താൽ മതി. എങ്ങനെ ജോസി? പെരിമീറ്റർ, ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നത്? പെരിമീറ്റർ കാണാനായിട്ട് 4 സൈഡ്, അതായത് AB, DC അങ്ങനെ ആയിട്ടുള്ള സൈഡുകൾ, 4 സൈഡ്സും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതൊരു മെത്തേഡ്. ഞാൻ ചോദിച്ച ഷോർട്ട് കട്ട് മെത്തേഡ്, ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ, ആ ഇക്വേഷൻ എന്താണ്? What is the equation we learned in the same class few minutes before we learned? എവിടെ നോക്കിയിരിക്കുന്നു? പേജ് നമ്പർ 95 വേഗം കണ്ടുപിടിച്ചിട്ട് പറ. ഇവിടെ ബാക്കി ആരോട് ചോദിച്ചാലും എനിക്ക് ഓൺ ദ സ്പോട്ടിൽ ആൻസർ കിട്ടും. എന്താ കിട്ടിയോ? 4 ലെങ്ത് ഉണ്ട് സ്ക്വയർ. അപ്പൊ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ ക്ലാസ്സില്?
സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്തിനെ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we will get the perimeter of the square, that is 4 into length of a side. Perimeter of a square equal to 4 into length of a side. This is an equation you have to by heart it now itself. Okay, never forget. This is a equation to find the square perimeter of a square, that is equal to 4 into length of a side. നിങ്ങളുടെ ആൻസറിൽ മസ്റ്റ് ആയിട്ട് ഇക്വേഷൻ ഉണ്ടായിരിക്കണം. അത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ തുടങ്ങിയാൽ മതി. ആൻസറിന് എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ ആ ഇക്വേഷൻ എഴുതി ഒരു സ്ക്വയറും വരച്ചു വെച്ചോ വേണമെങ്കിൽ. Perimeter of a square equal to 4 into length of a side. Now you can start substituting the values. 4 into 4 into length of a side എത്രയാ? ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാ? 4. 4. 4 into 4. Now you can do the multiplication over there. Yes, what is the value? 4 into 4 equal to 16. 16 centimeter. എളുപ്പല്ലേ സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം? ഫോർ ദാറ്റ് യു ജസ്റ്റ് നീഡ് ഓൺലി ടു നോ ദ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാലോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ എല്ലാവർക്കും അറിയാലോ? വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് ഇത്. വളരെ എളുപ്പമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും അറിയില്ലെങ്കിൽ പണി പാടും. സോ അതെല്ലാം പഠിക്കണം അറിയാത്തവർ. അപ്പൊ സ്ക്വയറിന്റെ പെരിമീറ്റർ നമ്മൾ കണ്ടു. ഇൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വി ഹാവ് ടു ഡു, we need to find the perimeter of what is that figure? ആ ഫിഗർ കണ്ടിട്ട് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? Rectangle. Yeah, it's a rectangle. We are going to find the perimeter of a rectangle. First we have to copy that figure to your notebook. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന വാല്യൂസ് അതേപോലെ എഴുതണം. തന്നിരിക്കുന്നത് length is 8 centimeter. ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. This side also 8 centimeter. Then this side is 3 centimeter. This side is 3 centimeter. Then just give name for that figure. ആ rectangle ഒരു പേര് കൊടുക്കാം. A B C and finally B. So perimeter of a rectangular length. We know an equation for that. What is it? What is the equation to find the perimeter of a rectangle? You can do it in two methods.
ഇത് നിങ്ങൾക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ബൈ ആഡിങ് ദ സൈഡ്സ്, ദാറ്റ് ഈസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ എന്ന് എഴുതി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താലും അതിൻ്റെ പെരിമീറ്റർ കിട്ടും. സെയിം വേ നമുക്കൊരു ഇക്വേഷനും ഉണ്ട്, ആ ഇക്വേഷൻ ഉപയോഗിച്ചാലും നമുക്കിതിൻ്റെ പെരിമീറ്റർ കിട്ടും. ഇക്വേഷൻ എന്താണ്? What is the equation to find out the perimeter of a rectangle? 2 into length plus breadth. 2 into ഈ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ള നിങ്ങൾ ബ്രാക്കറ്റിൽ തന്നെ സ്പെസിഫൈ ചെയ്യണം കേട്ടോ. Two into length plus breadth equal to perimeter of a rectangle. ഇതിൽ ഒരു വാല്യൂ നിങ്ങൾ ലെങ്ത് ആയിട്ടും ഒരു വാല്യൂ നിങ്ങൾ ബ്രെഡ്ത്ത് ആയിട്ടും കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ now do the substitution. Equal to 2 into then അതേപോലെ ബ്രാക്കറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, ബ്രാക്കറ്റ് നിങ്ങൾ ഒമിറ്റ് ചെയ്യരുത്. 2 into ലെങ്ത് 8 എടുക്കുക പ്ലസ് ബ്രെഡ്ത്ത് 3. ബോഡ്മാസ് റൂൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഹാവ് യു ഹേർഡ് അബൌട്ട് ബോഡ്മാസ്? BODMAS കേട്ടിട്ടില്ല അല്ലേ? ഓക്കെ. ഈ ബോഡ്മാസ് റൂളിൽ പറയുന്നത് എന്താ വെച്ചാല്, ഫസ്റ്റ് BO എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഇറ്റ് ഈസ് ബ്രാക്കറ്റ് ഓഫ്, ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂസ് ഓപ്പറേഷൻ ആയിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ നമ്മൾ 2 into 8 plus 3 ഇല്ലേ, അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിനുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം സോൾവ് ചെയ്യേണ്ടത്. വെച്ചാൽ 8 plus 3 എന്ന് ചെയ്തതിന് ശേഷം മാത്രമേ ഈ 2 into ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ. ആ ബ്രാക്കറ്റ് ഓഫ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ പാടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഒന്നെങ്കിൽ ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. ഇതിന് രണ്ടിനും ഒരേ പ്രയോറിറ്റിയാണ്, ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ. ബ്രാക്കറ്റ് ഓഫ് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ആഫ്റ്റർ ദാറ്റ് അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ. ഇതാണ് നമ്മളൊരു മാത്തമാറ്റിക്സ് ഓപ്പറേഷൻ ചെയ്യുന്നൊരു ഓർഡർ. ഈ റൂള് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ മാത്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ഫസ്റ്റ് ബോഡ്മാസ് റൂൾ എന്ന് പറയാം. BO എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓഫ്, ബ്രാക്കറ്റിലെ ഓപ്പറേഷൻസ് ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി വരിക ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. ആഫ്റ്റർ ദാറ്റ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഈ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ പ്രയോറിറ്റിയാണ്. ഇതിൽ ഏതും വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാം. ദെൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനും സെയിം പ്രയോറിറ്റിയാണ്.